ശ്ലാഘനീയമായ സേവനത്തിന്റെ ചരിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളീയ ജീവിതത്തിൽ സവിശേഷ സാന്നിധ്യമായി മാറിയിട്ടുള്ള മീഡിയ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ബിരുദദാന സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ചേരുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള മേഖലയായിട്ട് മാധ്യമ മേഖല വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ജനാധിപത്യത്തിന്റെ കൂടപ്പോട്ടായാണ് പത്രപ്രവർത്തനവും മാധ്യമ പ്രവർത്തനം നമ്മുടെ സമൂഹങ്ങളിൽ ആരംഭിച്ചത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണ് സാധാരണയായി മാധ്യമ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചു പോരാറുള്ളത്. അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ രൂപപ്പെട്ടു വരുമ്പോൾ അവർക്കെതിരായിട്ടുള്ള തിരുത്തൽ ശക്തികളായി നട്ടം ഉയർത്തിപ്പിടിച്ച് നിലപാട് സ്വീകരിച്ച ഒട്ടേറെ പത്രപ്രവർത്തകർ ജീവിച്ചിരുന്ന മണ്ണാണ് കേരളത്തിൻ്റെത് എന്ന അഭിമാന ബോധത്തോടുകൂടി തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള വിനയപൂർണമായ ഒരു അഭ്യർത്ഥനയാണ് പ്രാരംഭം എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ചുണ്ടുന്ന ഓരോ നിഴലിഞ്ഞ പിറകിലും അപകടകരമായ പ്രതികരണങ്ങൾ കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അധികാരവുമായി ബന്ധപ്പെട്ട നെറുകേടുകൾക്കും നീതികേടുകൾക്കും എതിരെ വിരൽ ചുണ്ടിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും പത്രാധിപർ എന്ന വാക്കിന്റെ പര്യായപദമായി മാറിയ കെ സുകുമാരനും EMS-ഉം എല്ലാം ചേരുന്ന ധൈഷണിക പ്രതിഭകൾ തങ്ങൾ നടന്നുപോയ വഴിയിലുള്ള പ്രകാശഗോപുരങ്ങളായി സ്വയം മാറി മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്ന സ്ഫുടതാരകങ്ങളായി ഇന്നും കൂരിരുട്ടിൽ തിളങ്ങി നിൽക്കുന്നു. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. എന്നാൽ ഇന്ന് ജനാധിപത്യത്തെ പ്രതിരോധിച്ചു നിർത്തുക, അതിന്റെ തൂണായി മാറുക എന്നുള്ള ആ ഉത്തരവാദിത്വം എത്രത്തോളം മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം തീർച്ചയായും ബിരുദങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭാവി മാധ്യമ പ്രവർത്തകരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രതിഭാശാലികളായ മാധ്യമ പ്രവർത്തകരും തങ്ങളോട് തന്നെ ചോദിക്കാൻ ഒരുങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ള പ്രശസ്തമായ മുദ്രാവാക്യം ഒളിച്ചേരുന്ന ഒരു കാലത്ത് തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് യാതൊരു വേവലാതികളുമില്ലാതെ വലിയ രീതിയിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും അനുഭവങ്ങൾ നല്ല നിലയിൽ ഉയർത്തിയ പ്രതിരോധത്തിന്റെ വലിയ പരിധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പോരാടിയ പത്രപ്രവർത്തകരും കേരളത്തിലുണ്ടായിരുന്നു. ആ ഗണത്തിന്റെ തുടർച്ച നിങ്ങൾക്ക് ഉറപ്പാക്കാനാകുമോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഈ സന്ദർഭത്തിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന യുവ മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റെടുക്കാനുള്ളത് എന്നാണ് എനിക്ക് സവിനയം ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം തിളക്കമാർന്ന സത്യദർശനത്തിൻ്റെതായ ആ കാലത്തിന്റെ ആ തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ എന്നത് കൂടിക്കൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധം നിർണയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷേ ഏത് ദിശയിലാണ് ആ ബോധം രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൂയി അൽത്തൂസറിനെ പോലുള്ള സൈദ്ധാന്തികർ ഭരണകൂടത്തിന്റെ ഇച്ഛകൾക്കനുസൃതമായിട്ട് നിന്നു പോകുന്ന
മർദ്ദനോപകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ് മാധ്യമങ്ങൾ എന്ന് സംശയലേശമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളായി തങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ള നിശ്ചിത പരിശോധന തീർച്ചയായും നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അപഭ്രംശങ്ങളെ ചോദ്യം ചെയ്യാതെ അവയൊക്കെ തന്നെ ലെജിറ്റിമൈസ് ചെയ്ത് എടുക്കുന്നതിനുള്ള വേദിയായിട്ട് തങ്ങളുടെ പ്രവർത്തന മേഖല ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള പരിശോധന തീർച്ചയായും അനിവാര്യമായും നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സ്ഥിരവ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള അനീതികളെ ലെജിറ്റിമൈസ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ള പ്രത്യയശാസ്ത്രപരമായ ഉത്തരവാദിത്വത്തിന് അപ്പുറത്തേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ചോദ്യം. ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചു, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുന്നില്ല. ആ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ പ്രതിഫലിക്കപ്പെടുന്നുണ്ടോ? വേണ്ട വിധത്തിൽ അവ ഏറ്റെടുക്കപ്പെടുന്നുണ്ടോ? സമൂഹത്തിന്റെ ബോധത്തിലേക്കും ധാരണയിലേക്കും അരികുവൽക്കൃത ജനവിഭാഗങ്ങളുടെ വേവലാതികളും മാവലാതികളും കൃത്യമായി എത്തിക്കാൻ നമ്മുടെ മാധ്യമ സമൂഹത്തിന് സാധിക്കുന്നുണ്ടോ? പൊതുവിൽ നമ്മുടെ മാധ്യമ രംഗം ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഡംബര കാപട്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുക, അഭ്രപാളികളിലെ ആ വെളിച്ചം, വെള്ളി വെളിച്ചം, അതിൽ നിൽക്കുന്ന താരശോഭയാണ് ഇന്ന് പ്രധാനമായും മാധ്യമങ്ങളുടെ ഏറ്റവും ഉത്കണ്ഠ നിറഞ്ഞ ഭാഗം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ വിസ്മയത്തോടുകൂടി തന്നെ കാണാം. താരരാജാക്കന്മാർ എന്നാണ് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ രാജഭരണത്തെ വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് ഉപരിവർഗത്തിന്റെ ആഡംബര ജീവിതത്തിന്റെ പ്രതിനിധാനങ്ങളും ഉപഭോഗ താല്പര്യങ്ങളുമാണ് മാധ്യമ മേഖലയ്ക്ക് വാർത്തയേക്കാൾ ഇഷ്ടം അല്ലെങ്കിൽ മമത എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചോംസ്കിയൊക്കെ പറയുന്നത് പോലെ സമ്മതിയുടെ നിർമ്മിതി, വ്യാജ സമ്മതിയുടെ നിർമ്മിതി എന്ന് പറയുകയാകും ശരിയെന്ന് തോന്നുന്നു. മാനുഫാക്ചറിംഗ് കൺസെന്റ് ഈ ഉപരി വർഗത്തിന്റെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് അതിനെ ഏറ്റവും ഉദാത്തമായ ഒന്നായിട്ട് സ്ഥാപിച്ചെടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോകലാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് സാധാരണ മനുഷ്യർക്ക് മനസ്സിലുണ്ടാക്കുകയും അതിൽ നിന്ന് വലിയ ഫ്രസ്ട്രേഷനിലേക്ക് അവരെ തള്ളിവിടുകയുമാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വികസിത മുതലാളിത്തത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളോടൊപ്പം സഞ്ചരിക്കാനുള്ള വലിയ രീതിയിലുള്ള വെമ്പലും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നാം കാണുന്നത്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ കോൺഗ്ലോമറേറ്റ് പ്രവണതകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയ ബാരൻസ്, മാധ്യമ പ്രഭുക്കൾ, നമ്മുടെ റിപ്പോർട്ട് മർഡോക്കിനെ പോലെ അല്ലെങ്കിൽ ടൈംസ് വാർണർ ഗ്രൂപ്പിനെ പോലെ എല്ലാ മാധ്യമങ്ങളുടെയും ഉടമകൾ ഒരേ കേന്ദ്രമായി തീരുമ്പോ മടുപ്പിക്കുന്ന ഏകതാനതയാണ് എല്ലാ മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പരിഭവിക്കുമെന്നറിയില്ല, വളരെ നിർണായകമായ ദിവസങ്ങളിൽ പോലും എല്ലാ മാധ്യമങ്ങളും ഒരേ വ്യാജമായ കെട്ടിച്ചമച്ച ചില കാര്യങ്ങൾ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം അപലപനീയവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യം തന്നെയാണ് എന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ്, മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ നമ്മുടെ ചില നേതാക്കന്മാർ പറയുമ്പോൾ നെറ്റി ചുളിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നന്നായി എന്ന് പരിശോധിച്ചു നോക്കട്ടെ. വ്യാജമായ ചില നിർമ്മിതികൾ അത് നിർണായകമായ ചില ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും പ്രക്ഷേപണം ചെയ്യുകയും
കൂട്ടായി ഒരേ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള നിശിത പരിശോധന തീർച്ചയായും ഉണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുമ്പോ അത് ചില സുപ്രധാനമായ സന്ദർഭങ്ങളിൽ, അതായത് തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട നയരൂപീകരണ വേദികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും ഈ രീതിയിൽ കാണുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വളരെ സംഘടിത പരിശ്രമങ്ങൾ അരങ്ങേറുന്ന ഇടങ്ങളായി മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളത് മാധ്യമ നൈതികതയെ കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് യുവ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്ന ഈ വേളയിൽ പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിന്റെ ഇന്നലെകളെ പ്രകാശപൂരിതമാക്കിയ, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയ ഒരു കൂട്ടം പത്രപ്രവർത്തകരുടെ പേര് ഞാനിവിടെ പരാമർശിച്ചു പോയല്ലോ. അവരുടെ അച്ചുകൂടങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പത്രങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് അവരുടെ ആ ധീര സ്മരണകൾ ഇവിടെ ഉറങ്ങാതെ നമുക്ക് കാവലിരിക്കുന്നുണ്ട് എന്ന് കൂടി യുവ സുഹൃത്തുക്കളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇപ്പൊ സായിനാഥിനെ പോലുള്ള പത്രപ്രവർത്തകർ നമുക്കുണ്ടല്ലോ. ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് വരൾച്ചയുടെ ഘട്ടത്തിലും പെരുമഴയുടെ ഘട്ടത്തിലുമൊക്കെ വിഹുലതയോടെ നിൽക്കുന്ന ചെറുകിട കർഷകരോടും കർഷക തൊഴിലാളികളോടും കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ജീവിതവും ആവിഷ്കരിച്ച മക്സാസെ അവാർഡ് ജേതാവ് സായിനാഥിനെ പോലുള്ള ചില മാധ്യമ പ്രവർത്തകരെങ്കിലും നമുക്കും ഉണ്ടാകേണ്ടതില്ലേ? തീർച്ചയായും അത് അനിവാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോ വികസിത മുതലാളിത്തത്തിന്റെ അകത്തുള്ള ആഭ്യന്തര പ്രതിസന്ധികളുടെ തന്നെ ഭാഗമായിട്ട് സാമ്പത്തികമായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വികസിത രാജ്യങ്ങളിൽ പോലും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വംശീയതയുടെയും വർഗീയതയുടെയും ഭിന്നത്തിന്റെയും വിത്തുകൾ വിതച്ചുകൊണ്ട് മുതലാളിത്ത ശക്തികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയാനും ആലോചിക്കാനും ചർച്ച ചെയ്യാനും എത്ര മാധ്യമങ്ങൾ മെനക്കെടുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇനിയും മാധ്യമ രംഗത്ത് തുടരേണ്ടവരാണല്ലോ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചിത്രവാസനകളുടെ ശക്തികളെ കുറിച്ച്, അവരുടെ തിന്മകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഉരിയാടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുമോ എന്നുള്ളതാണ് ഈ ബിരുദദാന വേളയിൽ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം. അത് ചെയ്യാൻ പറ്റും? വീണ്ടും കൂട്ടായി മാധ്യമ പ്രവർത്തകരെ വളരെ കർശനമായ ഭാഷയിൽ, വളരെ മോശപ്പെട്ട ഭാഷയിൽ ശപിക്കുന്ന, അല്ലെങ്കിൽ ആ ഭാഷയുടെ പ്രത്യേകത കൊണ്ട് തന്നെ വലിയ രീതിയിൽ അവമതിപ്പ് പ്രകടിപ്പിക്കുന്ന പ്രമുഖർക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു വാചകം എഴുതാതെ ഏട്ടാ എന്ന് വിളിച്ച് വീണ്ടും വിധേയ മനോഭാവത്തോടു കൂടി പിന്നാലെ പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നട്ടെല്ല് പണയം വയ്ക്കുന്ന പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനം. ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ വാക്കും വാളുമായി മാറുക എന്നുള്ള മഹാദൗത്യമാണ് മാധ്യമ പഠനത്തിന്റെ മേഖലയിൽ ഞങ്ങളുടെ ചുമതലകളിൽ ഇപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ പേനയുടെ ശക്തി അത് വിവിധ ജനസമൂഹങ്ങളിൽ നല്ലതുപോലെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഭാവി കാലം നിങ്ങളെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കാണ്. ഈ സമൂഹത്തിൽ ഒരവകാശങ്ങളും ഇല്ലാതായിത്തീരുന്ന അതിദയനീയമായ ജീവിതം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സമൂഹത്തിലെ ഏറ്റവും നിസ്സനായ മനുഷ്യനിലേക്ക് കണ്ണവയ്ക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ തയ്യാറാകുന്നു. വിവാദ കോലാഹലങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് നിൽക്കാതെ സംവാദങ്ങളുടെ വളരെ ഫലഭൂയിഷ്ടമായ ഭൂമിക തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ പ്രതിഭയ്ക്ക് സാധിക്കുമോ?
ഇന്നിപ്പോ ബിരുദ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുമ്പോൾ ആ ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് സമയം അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് ദൃശ്യതയുടെ വഴുവഴുപ്പൻ ഉത്സവം ആഘോഷിക്കുന്ന ഒരു വേള കൂടിയാണ്. പത്രമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിന്റ് മീഡിയ എത്രത്തോളം ഇനിയുള്ള കാലം നിലനിൽക്കുമെന്ന് പോലും ആശങ്കയുണ്ടാകുന്ന തരത്തിലാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പ്രാധാന്യം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഊതിവീർപ്പിച്ച ചില ആശയങ്ങളാണ് പലപ്പോഴും ഈ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കപ്പെടുന്നത്. ഊതിവീർപ്പിച്ച ദേശീയതയെ കുറിച്ചുള്ള വികലമായ ആഖ്യാനങ്ങൾ, അതിന് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുക, അതുപോലെ അമിതമായ തമസ്കരണവും വക്രീകരണവും, ഓമിഷൻ ആൻഡ് ഡിസ്റ്റോർഷൻ, സത്യങ്ങളുടെ വക്രീകരണവും സത്യങ്ങൾ മറച്ചുപിടിച്ച് അവതരിപ്പിക്കാതിരിക്കലും, ഇതൊക്കെ ഇന്നും നമ്മുടെ മാധ്യമ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മാർഷൽ മക്ലൂഹനൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ വി ബിക്കം വാട്ട് വി ബിഹോൾഡ് എന്നുള്ളതാണ് ഈ ദൃശ്യതയുടെ കാലത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിത്തീരുന്നു നമ്മൾ എന്നുള്ളതാണ്, അല്ലേ? വി ഷേപ്പ് അവർ ടൂൾസ് ആൻഡ് അവർ ടൂൾസ് ഷേപ്പസ് എന്ന് പറയും വിധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോ എന്തായിത്തീരും മാധ്യമ നൈതികത എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. മാധ്യമരംഗത്ത് മാത്രമല്ല, ഈ മനുഷ്യനിർമ്മിത മസ്തിഷ്കം മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഏത് രീതിയിലുള്ള സ്വാധീനമാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മാധ്യമങ്ങളുടെ മേഖലയിൽ അതിന് വിപുലമായിട്ടുള്ള സാധ്യതയാണുള്ളത്. അപ്പോ നമ്മുടെ മാധ്യമ രംഗം വലിയ രീതിയിലുള്ള അട്ടിമറികളുടെ കാലത്ത് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊതിവീർപ്പിച്ച ഉള്ളുകൊള്ളയായ പെരുപ്പിച്ച അസത്യങ്ങൾക്കും സത്യങ്ങൾക്കും അപ്പുറത്ത് കോൺക്രീറ്റ് റിയാലിറ്റി, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള സത്യത്തെ അവതരിപ്പിക്കാൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ സംരക്ഷകരാക്കാൻ കഴിയേണ്ടതുണ്ട്. ആർജവത്തോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, സുതാര്യതയോടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് മുതിർന്ന തലമുറയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. സായിനാഥിന്റെ ഒരു ഉദാഹരണം ഞാനിപ്പോ പറഞ്ഞു. അത്തരത്തിൽ സത്യദർശകരായിട്ടുള്ള പത്രപ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടുന്ന അന്തരീക്ഷം കൂടിയാണത്. ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാനമായിട്ടുള്ള അതിന്റെ സമൃദ്ധ വൈജാത്യങ്ങളും അനന്ത വൈവിധ്യങ്ങളും ബഹുസ്വരതയുമെല്ലാം ഏകശിലാരൂപിയായിട്ടുള്ള ഒരു സാംസ്കാരിക ഘടനയിലേക്ക് ചുരുക്കി കെട്ടിക്കൊണ്ട് ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും പ്രവണതകൾ അതിശക്തമായി പ്രകടിപ്പിക്കുന്ന ഒരു ഭരണകൂടം വലിയ രീതിയിലുള്ള സെൻസറിങ്ങിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സത്യം പറയാൻ തുടങ്ങുന്ന പത്രപ്രവർത്തകരെ ജയിലിലടക്കുകയോ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുകയോ ചെയ്യുന്നു എന്നുള്ളതും നാം കാണുകയാണ്. പ്രബീർ പുർക്കായത്തയുടെ ന്യൂസ് ക്ലിക്ക് മാഗസിനോട് എടുത്ത നിലപാട് നമ്മൾ കണ്ടു. അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള ഒരുപറ്റം എഴുത്തുകാരോടും ജേർണലിസ്റ്റുകളോടും സ്വീകരിക്കുന്ന സമീപനങ്ങൾ കണ്ടു. വന്ധ്യവയോധികരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ നിരവധി നെഞ്ചിൽ നിറതോക്ക് ഒഴിച്ച് ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതും കണ്ടു. അതുകൊണ്ട് സത്യം പറയാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് ധരിക്കുകയില്ല. വളരെ പ്രയാസകരമായിട്ടുള്ള ഇരുണ്ട ഒരു കാലത്തും ബ്രറ്റ് പറഞ്ഞ പോലെ ഇരുണ്ട കാലത്തും പാട്ടുണ്ടാകും, ഇരുണ്ട കാലത്തിന്റെ പാട്ട്, ഇരുണ്ട കാലത്തിന്റെ പാട്ടുകാരാകുക എന്ന പ്രയാസകരമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ സമർപ്പിത ബുദ്ധികളായ ചിലരെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വയലോപ്പള്ളി മാഷ് കുടിയൊഴിക്കലിന്റെ ആമുഖത്തിൽ എഴുതിയതുപോലെ അതാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരെ യുഗം വെല്ലുവിളിപ്പു ആകുമോ ഭഗവാൻമാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ. അപരവിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഇരുട്ട് കട്ട കെട്ടിയ ഈ സമൂഹത്തിൽ
സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സത്യത്തിന്റെയും വെളിച്ചം വീശുന്ന പ്രകാശഗോപുരങ്ങളാകാൻ ഇനിയും കേരളത്തിലെ പത്രമാധ്യമ രംഗത്തു നിന്ന് വിഷമാശാലികളായ വ്യക്തിത്വങ്ങൾ ഉയർന്നു വരുമോ എന്ന് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം പ്രഖ്യാപിക്കുന്നു, അഭിനന്ദിക്കുന്നു.